തോന്നുന്നു. കണ്ണൂർ, കരുവഞ്ചാലം, പൈതൽ മല ഒക്കെ നമുക്ക് അറിയാവുന്ന, ഇപ്പം ബൈക്ക് റൈഡേഴ്സ് ഒക്കെ സ്ഥിരമായി പോകുന്ന സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നു. ട്രക്കിങ്ങിനൊക്കെ പോകുന്ന സ്ഥലമാണ്. അവിടെയാണ് ഇതിനു മുമ്പ് അവിടെ നടന്ന സിനിമ പാൽത്തു ജാഫറാണെന്ന് എനിക്ക് തോന്നുന്നത്. അതിൽ ആ പ്രദേശത്താണ് ആ ലൊക്കേഷനിലാണ്. അതുകൊണ്ട് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ടെറൈനിൽ നടക്കുന്ന ഒരു കഥയാണ്. ഔട്ട്ഡോറിലാണ് മുഴുവൻ സിനിമയും എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ വേറൊരു തരത്തിലുള്ള ഭൂപ്രകൃതിയും അതിന്റെ ഭംഗിയും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഫൈസലാണ് ഇതിന്റെ സിനിമാറ്റോഗ്രാഫർ. വളരെ പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ ഈ കൊച്ചു സിനിമ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള സിനിമകളും മാസ് സിനിമകളും ഇപ്പോ അതർ ലാംഗ്വേജ് സിനിമകളൊക്കെ ഇങ്ങനെ നിറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ ഈ കൊച്ചു സിനിമയായിട്ട് ഞങ്ങൾ വരുന്നത്. B3M ക്രിയേഷൻസ് അവരുടെ രണ്ടാമത്തെ സിനിമയാണ്. അവരുടെ ആദ്യ സിനിമ മധുര മനോഹര മോഹം, അത് വളരെ വലിയ ഹിറ്റായിരുന്നു. ഇത് ആ സ്വഭാവത്തിലുള്ള സിനിമയല്ല, ഇത് മറ്റൊരു തരത്തിലുള്ള സിനിമയാണ്. നമസ്കാരം. സന്തോഷേട്ടന്റെ സിനിമയിലെ ഭാഗമാവാൻ സാധിച്ചില്ല. ബുള്ളറ്റ് ഡയറീസ് പേര് യാം ശ്രീനിവാസനാണ് ലീഡ് ചെയ്യുന്നത്. നല്ലൊരു സിമ്പിൾ കഥയാണ്, എന്നാൽ ഫീൽ ഗുഡ് ഫാമിലി എന്റർടൈനർ, പ്രോപ്പർ അല്ലേ. ഇപ്പം കുടുംബസമേതം എല്ലാവർക്കും പോയി കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സിനിമയാണ്. ശ്രീരാമേട്ടൻ പറഞ്ഞ പോലെ ഒരു നല്ല കാസ്റ്റ് തന്നെ ഉണ്ട്. രഞ്ജിയങ്ങൾ തൊട്ട് ഷാൻ, സന്തോഷേട്ടൻ, ശ്രീകാന്തേട്ടൻ, സുധീരേട്ടൻ, lot of them. So all your favorite actors. Music is 3 പാട്ടുകളുണ്ട്. 3 റിലീസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഷാൻ റഹ്മാനാണ്, ഷാനേട്ടനാണ് പാട്ടുകളെല്ലാം ചെയ്തിരിക്കുന്നത്. കൈതപ്പുറം സാറാണ് എഴുതിയിരിക്കുന്നത്. ഡയറക്ടർ സോഷ്യലി റെലവന്റ് ചിത്രമായിരുന്നു. കാരണം വെച്ചാൽ അത്രയും സമൂഹത്തിൽ നടക്കുന്ന ട്രൂ ഇൻസിഡന്റ് കൂടിയാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. എനിക്ക് കാണാൻ സാധിച്ചു. വളരെ നല്ലൊരു ഫിലിമായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എൻ്റെ ഡിഫറെന്റ് ആയിട്ട് കൊമേഴ്ഷ്യൽ ലെവലിലേക്ക് ഈ ഒരു ചിത്രം ചെയ്യാനുള്ള കാരണം എന്താണ്? ആദ്യത്തെ സിനിമ ഞാൻ ഓരോ സബ്ജക്റ്റിനെയും ബേസ് ചെയ്തിട്ടാണ് ഓരോ സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എല്ലാം സബ്ജക്ട് വൈസാണ് ഞാൻ അതിനെ സിനിമയെ അപ്രോച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ പനി അത്തരം സോഷ്യൽ റെലവന്റ് ആയിട്ടുള്ള സോഷ്യൽ ഇഷ്യൂ ആണ്. ഇന്ന് നടക്കുന്ന ഒരു കഷ്ടമാണത് തമിഴ്നാട്ടിൽ. ആ കഷ്ടത്തെ ബേസ് ചെയ്തിട്ടാണ്